ഇതിപ്പോൾ ഉർഫി ജാവേദിൻ്റെ കേസ് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് വിറ്റ്നസ് ആയിരുന്നല്ലോ. അവരുടെ ലിപ്പ് ഈ പറഞ്ഞ പോലെ സർജറി ചെയ്ത് അവർ ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പലർക്കും പല ഫാൻറ്റസീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ന്യൂസിലേക്ക് കണ്ടല്ലേ ഈ പറഞ്ഞ പോലെ ചില ആനിമൽസിൻ്റെ പോലെയൊക്കെ നമ്മളുടെ ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം നമ്മുടെ കേരളത്തിലെ അതുപോലെ റയർ കേസുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഫാൻറ്റസീസ് ആയിട്ട് വരുന്നവരുണ്ടോ പ്ലാസ്റ്റിക് സർജറിയിൽ? അത്ര റെയർ ആണെന്ന് ഞാൻ പറയില്ല. there are cases like people actually bring photos ഫിൽറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംതിങ് ലൈക്ക് ഈ സിവിയർലി പൗട്ടഡ് ആയിട്ടുള്ള ലിപ്സ്, പിന്നെ ഫോക്സ് ഐസ്, അതുപോലെ സ്പോക്ക് ഇയേഴ്സ്, ഇതൊക്കെ ചിലർക്ക് ഫാൻസി ആണ്. ഡസൻ ലുക്ക് നോർമൽ, ബട്ട് നമ്മള് ചില പേർക്ക് ദേ ആർ വെരി കീൻ ടു ഹാവ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും ചെയ്യുമോ എന്നുള്ളത് വിൽ ഡിപ്പെൻഡ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. യു ഹാവ് ടു സീ ഹൗ ദ പേഷ്യന്റ്, വാട്ട് ഇസ് ദ ഇന്റൻഷൻ. Most of the time I don't think many plastic surgeons will do things what looks very abnormal. We focus on improving what is normal or making normal far better. Recent things are there like that. There was one patient ഒരു ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. Like she wanted like extremely pouted lips, like Russian lips, അങ്ങനെ എന്തൊക്കെയോ some trend was there in between. I was like ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. Each surgeon is different. ഓരോരുത്തർ ചില ചെയ്യുന്നവരുണ്ടാവും, they will do what they want, but it also depends between the patient and the doctor and how that conversation goes. But recently there was news, fox eye ചെയ്തപ്പോഴത്തേക്കും there was some other complication and somebody died എന്നൊക്കെ നമ്മുടെ നാട്ടിലല്ല, പുറത്ത്. അപ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ഇവിടെ ബേസിക്കലി കണ്ണ് ചെറുതാക്കിയിട്ട് they want to make it like that. ഈ പാകം ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട് വിത്ത് ഫില്ലേഴ്സ് we can do surgery അങ്ങനെ. സോ അങ്ങനെ ഫോട്ടോസ് ആയിട്ട് ഫിൽറ്റേഴ്സ് ആയിട്ട് വരുന്നവർ ഒരുപാടുണ്ട്. ഈ ഫോക്സ് ഐസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ലിപ്പ് കൂട്ടണം എൻലാർജ്, ഇതുപോലെ കേട്ട് കൗതുകം. സം പീപ്പിൾ ഹാവ് കം ഇത് നാക്ക് രണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. That is also there. I have personal experience, which I said no anyways. Okay. ഈ ഇപ്പോൾ മുറിച്ചുണ്ട് വന്നാലുണ്ടല്ലോ ഒരാൾക്ക് പ്ലാസ്റ്റിക് സർജറി വഴി അത് മാറ്റാൻ പറ്റുമോ? മുറിച്ചുണ്ട് ഇപ്പം മുറിച്ചുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ഡിസീസൊക്കെ പോലെ തന്നെ ഒരു എന്താ പറയുക പ്രോട്ടോകോൾ വൈസ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദെയർസ് എൻ ഓർഗനൈസേഷൻ ഈവൻ കോൾ സ്മൈൽ ട്രെയിൻ. അപ്പോൾ ദേ സ്പോൺസർ ദ ട്രീറ്റ്മെന്റ്. പല ഹോസ്പിറ്റൽസിലും ദേ ഹാവ് ദ ടൈ അപ്പ് ദാറ്റ് ദേ കംപ്ലീറ്റ്ലി സ്പോൺസർ ദ ട്രീറ്റ്മെന്റ് ഫോർ ഇത്. അപ്പം സോ കുട്ടിയുടെ തുടക്കം ജനിക്കുമ്പം തന്നെ വി വിൽ നോട്ടീസ്. അപ്പോൾ തന്നെ പീഡിയാട്രീഷ്യൻ കൗൺസിൽ ചെയ്യും. അതുപോലെ വി വിൽ സീ ദ കിഡ് ഫീഡിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ മുറിച്ചുണ്ടിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാനാണ്, ജസ്റ്റ് ഒരു ബ്രീഫ് പറയാനാണ്, ഫസ്റ്റ് 6 months അറൗണ്ട് ആകുമ്പോൾ, അതായത് ബേബി ഒരു 10 kg എങ്കിലും മിനിമം വെയിറ്റ് ഒക്കെ ആകുമ്പോൾ 6 monthsനുള്ളിൽ നമ്മൾ ചുണ്ടിന്റെ റിപ്പയർ ചെയ്യും. പിന്നെ ഒരു 9 months അടുത്താകുമ്പോഴത്തേക്കും വി ഡു ദ റിപ്പയർ. അണ്ണാക്കിന്റെ മുറി അണ്ണാക്കും വരാറുണ്ട് ചിലർക്ക്, അപ്പോൾ അതിന്റെ റിപ്പയർ ചെയ്യും. പിന്നെ ഒരു സ്കൂൾ ഗോയിങ് ഏജ് ഒക്കെ ആകുമ്പം കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കാനൊന്നും പാടില്ല. ആ ഒരു ഫീലിംഗ് ഒന്നും വരാതിരിക്കാനായിട്ട് മൂക്കിന്റെ ചെറിയ കറക്ഷൻ ചെയ്യും. കാരണം മൂക്ക് ഇങ്ങനെ പതിന് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും. അപ്പം മൂക്കിന്റെ ചെറിയൊരു കറക്ഷൻ നമ്മൾ ബിഫോർ സ്കൂൾ ഏജ് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയത് പ്യൂബർട്ടി അടുത്താകുമ്പോഴത്തേക്കും പ്രോപ്പർ ക്ലെഫ്റ്റ് റൈനോപ്ലാസ്റ്റി, ദേ നീഡ് കറക്ഷൻ ഓഫ് ദെയർ നോസ് ഓൾസോ. ഇതിന്റെ ഇടയിൽ ചിലവർക്ക് ബോൺ ഗ്രാഫ്റ്റിംഗ് വേണ്ടി വരും. അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആർ ഓൾസോ ദർ. ഓക്കെ. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഡിമാൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി 2 വിധമുണ്ട്. ഒന്ന് റീകൺസ്ട്രക്ഷൻ, ഒന്ന് കോസ്മെറ്റിക്. ഈ മുറിച്ചുണ്ട്, ക്യാൻസർ, ഇതെല്ലാം റീകൺസ്ട്രക്ഷൻ ഭാഗം, ട്രോമ ഒക്കെ. കോസ്മെറ്റിക് വരുമ്പോഴത്തേക്കും ലൈപ്പോസക്ഷൻ, ബോഡി കണ്ടൂറിങ്, ഇംപ്ലാന്റ്സ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ കാണുന്ന ഏതാന്ന് വെച്ചാൽ ബോഡി കണ്ടൂറിങ് തന്നെയാണ്. എൻ്റെ പ്രാക്ടീസിൽ ബോഡി കണ്ടൂറിങ് ആണ് മെയിൻലി. ലൈപ്പോസക്ഷനും ബോഡി കണ്ടൂറിങ് ഇസ് ലൈക്ക് എ ബിഗ് തിങ്. യു ക്യാൻ ഹാവ് എവറിത്തിങ് ഇൻ ദാറ്റ്. വി ഡു ലൈപ്പോസക്ഷൻ ഫോർ ഹെഡ് ടു ടോ, എവിടെ വേണമെങ്കിലും വി വിൽ ഡു. പിന്നെ ടമി ടക്ക്, ബട്ട് ലിഫ്റ്റ്, ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്, ഓൾ ദീസ് തിങ്സ് കം ഇൻ ദാറ്റ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റ് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം, നമ്മളുടെ ബട്ടക്സ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ നമുക്ക് 6 pack വരെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആർട്ടിഫിഷ്യലി ചെയ്തെടുക്കാം എന്നുള്ളത് ഭയങ്കര ഞെട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ടോ? ഇല്ല. ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ. ബേസിക്കലി ഓൾ ദീസ് തിങ്സ് വി ക്യാൻ ഡു. ഇപ്പൊ പറഞ്ഞ പോലെ ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടാം, ബട്ടിന്റെ സൈസ് കൂട്ടാം, ബോഡി കണ്ടൂർ നമ്മൾ ബെറ്റർ ആയിട്ട് ചെയ്യും. അപ്പൊ അതിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാറ്റഗറി ഉണ്ട്. വെൻ വി ഡു, ഹൗ വി ഡു, ദാറ്റ് ഈസ് ഓൾ ദെയർ. പക്ഷെ ഈ ഒരു ഓപ്പറേഷൻസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വരും അങ്ങനെയൊന്നുമില്ല. ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓഗ്മെന്റേഷന് വേണ്ടി ഒരുപാട് പേര് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് ആണ് വൺ ഓഫ് ദ കോമണസ്റ്റ് പ്രൊസീജിയർ വി ഡു. അപ്പോൾ അതിനകത്ത് നിന്ന് ക്യാൻസർ വരുമോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദർ ഇസ് എ സ്മോൾ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാൻസർ ദാറ്റ് ക്യാൻ കം, ബട്ട് അതിന്റെ ഇൻസിഡൻസ് ഇസ് ലൈക്ക് വെരി വെരി ലോ, 1 in 80,000. അപ്പോൾ അത്രയും ലോ ആണ്. നമ്മൾ റിസ്ക് പറയും. അത് തന്നെ ക്യാൻസർ നമ്മൾ ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടി നോർമലി
they don't have any symptoms also, we have an imaging protocol. 5 years കഴിയുമ്പോൾ ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിയുമ്പം we have to see them. Like നമ്മൾ ബ്രസ്റ്റിന്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് അതർവൈസ് ഓൾസോ വി പിക്കപ്പ്, അത്രേ ഉള്ളൂ. അത് ഇംപ്ലാന്റ് കൊണ്ട് വന്നു അല്ലാതെ ഇംപ്ലാന്റ് ചെയ്തില്ലായിരുന്നേ വരില്ല, അങ്ങനെയൊന്നുമില്ല. വരാനുള്ളതാണെങ്കിൽ വരും. ഇതിപ്പോൾ നമുക്ക് ബ്രസ്റ്റിലൊരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിംറ്റംസ് നമുക്ക് ഈ പറഞ്ഞ കൺസേൺ ആയി കഴിഞ്ഞാൽ ഇത് ആരെയാണ് കാണുന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും. അല്ല, യൂഷ്വലി എല്ലാവരും ചിലപ്പോൾ പോവുക ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും. ആരെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഇത്തരം സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടത്? പ്രോപ്പറായിട്ട് കാണേണ്ടത് ആക്ച്വലി സർജനെ തന്നെയാണ്. കാരണം ഗൈനക്കോളജിസ്റ്റ് ഡീൽ ചെയ്യുന്ന യൂട്രസ്, ഓവറീസ് റിലേറ്റഡ് ഇഷ്യൂസാണ്. ബ്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പഠിക്കുന്നതും അത് ഡീൽ ചെയ്യുന്നതും സർജൻസ് അല്ലെങ്കിൽ ക്യാൻസർ സർജൻസ് ആണ്. അപ്പോൾ പ്രൈമറിലി സർജൻസിനെ കാണുക, സർജൻസിനെ കണ്ട് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് കൺസേൺഡ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റീസിലേക്ക് റെഫർ ചെയ്യാം. ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ പാർട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജനെ കാണിക്കാം. ഇപ്പോൾ റേഡിയോ തെറാപ്പിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ഓങ്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കാണിക്കാം. ബട്ട് പ്രൈമറിലി എപ്പോഴും ബ്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഒരു സർജനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് യൂഷ്വലി നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലാണ് പോവുക. അപ്പം ഇപ്പോൾ ഇഫ് യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് എ ക്യാൻസർ, തടിപ്പുണ്ട്, തടിപ്പ് ആദ്യം പ്രൈമറി സർജൻ കണ്ടു, അത് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ആയി എന്ന് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഐഡിയൽ ദറ്റ് യു മീറ്റ് ഓൾ ദ ഡോക്ടേഴ്സ്. അപ്പം ഒരു ക്യാൻസർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ആയി. ഇനി ഒരു 100 ഡോക്ടറെ കാണണമെന്നും കൂടി പറഞ്ഞാൽ ഫുൾ ടെൻഷനാണ്. സോ ദാറ്റ് ഈസ് ഓൾവേസ് ദർ. ബട്ട് എല്ലാ ട്രീറ്റ്മെന്റ് പ്ലാനും ഈസ് മെയ്ഡ് ആസ് എ മെഡിക്കൽ ബോർഡ് പോലെയാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ജനറൽ സർജൻ ഹൂവർ ഈസ് ഡൂയിങ് ദ ക്യാൻസർ പാർട്ട്, പിന്നെ റീകൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ റീകൺസ്ട്രക്ഷൻ, പിന്നെ റേഡിയേഷൻ ഉണ്ട് റേഡിയേഷൻ. ഓൾ ദീസ് പീപ്പിൾ ടുഗദർ ആണ് ഒരു സർജിക്കൽ പ്ലാൻ ഡിസൈഡ് ചെയ്യുക. ട്രീറ്റ്മെന്റ് പ്ലാൻ, ഇത്ര കീമോതെറാപ്പി, ഇത് കഴിഞ്ഞിട്ട് ഇന്ന പോലെ അങ്ങനെ ആയിരിക്കും. അപ്പം അത് ആ ഒരു ഐഡിയ ട്രീറ്റ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹാവ് എ ക്ലിയർ ഐഡിയ, എന്താണ് എൻ്റെ ക്യാൻസർ, എനിക്ക് എന്തൊക്കെയാണ്, എത്ര നാൾ കീമോ എടുക്കണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, എനിക്ക് എപ്പോഴായിരിക്കും സർജറിയിൽ എനിക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, സർജറി കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ്. that awareness is more important than the fear. That is what we think. ഇപ്പം നമ്മൾ ഒരു ബ്രസ്റ്റ് ക്ലിനിക് എന്ന് പറഞ്ഞ് വി ഹാവ് ഇൻ അവർ ഹോസ്പിറ്റൽ ഓൾസോ. അപ്പോൾ വാട്ട് ആ ഒരു പേഷ്യൻ്റെ ഒരു ആങ്സൈറ്റി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇതായിട്ടുള്ളത്. സോ യു മീറ്റ് വൺ പേഴ്സൺ ആൻഡ് യു get connected to everybody who is related rather than patient തന്നെ ആളെ തപ്പി പിടിച്ച് പല പല ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് കാണാൻ പോകുന്ന കാട്ടിയും മിക്ക ഹോസ്പിറ്റൽസിലും യു ഹാവ് ബ്രസ്റ്റ് ക്ലിനിക് എന്നുള്ള ഒരു ഫെസിലിറ്റി വിൽ ബി ദർ. So you are directed, when you are directed like that, better see all of them. അല്ലെങ്കിൽ you miss out things. അപ്പം ഇപ്പോൾ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് പേടിക്കുന്ന കാട്ടിയും ഇതിനെ എങ്ങനെ നേരിടാം, ഇതിനെ എങ്ങനെ ശരിയാക്കാം, how can I be a winner, that should be the thought process immediately. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഇസ് നോട്ട് സംതിങ് അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഈ എല്ലാ ഡോക്ടേഴ്സിനെയും കാണുക, ട്രീറ്റ്മെന്റ് പ്ലാൻ മനസ്സിലാക്കുക, ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ തിങ്. ആൻഡ് ഫസ്റ്റ് പ്രൈമറി കോൺടാക്ട് അഗൈൻ ജനറൽ സർജൻ അല്ലെങ്കിൽ സർജിക്കൽ. ഇഫ് യു ആർ ക്യാൻസറിന് ഡയഗ്നോസ്ഡ് ആയാൽ ചിലർ സർജിക്കൽ ഓങ്കോ ഡയറക്റ്റ് പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു സർജൻ ആണ് ബെസ്റ്റ് പേഴ്സൺ ടു സീ വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ യുവർ ബ്രസ്റ്റ് എന്നുള്ളത്. ഈ ആളുകൾക്കിടയിൽ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് മിത്തും മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഈ അവയർനെസ് സംബന്ധമായിട്ട് നമ്മളെ ഇത് സ്പ്രെഡ് ചെയ്യിക്കാൻ നമ്മൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്? ഇത് നമുക്കെല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് നിന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് പിന്നെ അവരുടെ ഉറ്റവരോടും ഉടയവരോടൊക്കെ കൊടുക്കുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പബ്ലിസിറ്റി അല്ല, ഒരു അവയർനെസ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ കാര്യം, എൻ്റെ ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു, ഞാനിങ്ങനെ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത് ആ പേഷ്യൻ്റ് അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടോ സംസാരിക്കുമ്പം അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലേ. റാദർ ദാൻ അവരൊരു ഓരോ സ്ക്രീനിങ് പ്രോഗ്രാമിന് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡോക്ടറെ വന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തൊരു പേഷ്യൻറ്റ് അവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കലീഗ്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടോ സംസാരിക്കുമ്പോൾ അതിനൊരുപാട് എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ്. പിന്നെ പലരും ബ്രസ്റ്റിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീക്രട്ടീവ് ആയിട്ട് ആരോടും പറയത്തില്ല, പറയാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ് അഗെയിൻ ആഡ്സ് ടു ദ സ്റ്റിഗ്മ. അതിനെക്കാട്ടിയും ഇഫ് യു ആർ ഡയഗ്നോസ് വിത്ത് സംതിങ്, സ്പീക്ക് ടു പീപ്പിൾ. ഡോക്ടറോടാണെങ്കിൽ ഡോക്ടറോട്, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഗെറ്റ് ഇറ്റ് ഇവാലുവേറ്റഡ് എന്നുള്ളതാണ് മെയിൻ തിങ്. അപ്പോൾ ഇപ്പം ഒരാൾക്ക് ഇപ്പം അറിയാം, അപ്പോൾ അയാളുടെ വീട്ടിൽ അച്ഛനും ഭാര്യയാണേലും മക്കളാണേലും അമ്മയാണേലും, you tell them and then get them checked, get them screened. So that is how the word should spread. Ipo generally people are there like cancer, endengilu even there are patients who had
ബിഗ് സർജറീസ് ആൻഡ് ലൈക്ക് വീട്ടിൽ ആർക്കും അറിയില്ല, ബ്രസ്റ്റിന്റെ ആയതുകൊണ്ട് പറഞ്ഞിട്ടില്ല, ഹസ്ബൻഡും വൈഫും മാത്രം. അങ്ങനെ ഒരു സീക്രട്ടീവ് നേച്ചർ വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഇതിനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഇത് അത്ര നാണക്കേടേണ്ട കാര്യമൊന്നും അല്ല. യു ആർ ബിക്കമിങ് എ വിന്നർ ഓവർ ഇറ്റ്. സോ ദാറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് perseverance and that should come out. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ്, ഇവർക്ക് റിസ്ക് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ മാക്സിമം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സ്ക്രീൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത ലേഡീനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന, അതായത് അവരുടെ ചുറ്റുമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനടുത്തൊക്കെ ഇത് ഇന്നതാണ്, അപ്പോൾ നിങ്ങളും പോയിട്ട് സ്ക്രീൻ ചെയ്യണം. കാരണം ഇത് ഫെമിലിയലായിട്ട് കുടുംബത്തിൽ റൺ ചെയ്യുന്നതായിരിക്കും, നമ്മൾ അറിയില്ല. അപ്പോൾ നമുക്ക് നാളെ ഒരാളെ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായിരിക്കും എനിക്ക് തോന്നണേ ഒരു പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം. ഇതിപ്പോൾ ഉർഫി ജാവേദിൻ്റെ കേസ് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് വിറ്റ്നസ് ആയിരുന്നല്ലോ. അവരുടെ ലിപ്പ് ഈ പറഞ്ഞ പോലെ സർജറി ചെയ്ത് അവർ ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പലർക്കും പല ഫാൻറ്റസീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ന്യൂസിലേക്ക് കണ്ടല്ലേ ഈ പറഞ്ഞ പോലെ ചില ആനിമൽസിൻ്റെ പോലെയൊക്കെ നമ്മളുടെ ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം നമ്മുടെ കേരളത്തിലെ അതുപോലെ റയർ കേസുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഫാൻറ്റസീസ് ആയിട്ട് വരുന്നവരുണ്ടോ പ്ലാസ്റ്റിക് സർജറിയിൽ? അത്ര റെയർ ആണെന്ന് ഞാൻ പറയില്ല. there are cases like people actually bring photos, ഫിൽറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംതിങ് ലൈക്ക് ഈ സിവിയർലി പൗട്ടഡ് ആയിട്ടുള്ള ലിപ്സ്, പിന്നെ ഫോക്സ് ഐസ്, അതുപോലെ സ്പോക്ക് ഇയേഴ്സ്, ഇതൊക്കെ ചിലർക്ക് ഫാൻസിയാണ്. ഡസന്റ് ലുക്ക് നോർമൽ, ബട്ട് നമ്മള് ചില പേർക്ക് ദേ ആർ വെരി കീൻ ടു ഹാവ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും ചെയ്യുമോ എന്നുള്ളത് വിൽ ഡിപ്പെൻഡ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. യു ഹാവ് ടു സീ ഹൗ ദ പേഷ്യന്റ്, വാട്ട് ഇസ് ദ ഇന്റൻഷൻ. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡോണ്ട് തിങ്ക് മെനി പ്ലാസ്റ്റിക് സർജൻസ് വിൽ ഡു things what looks very abnormal. We focus on improving what is normal or making normal far better. Recent things are there like that. There was one patient ഒരു ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. Like she wanted like extremely pouted lips, like Russian lips, അങ്ങനെ എന്തൊക്കെയോ some trend was there in between. I was like ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. Each surgeon is different. ഓരോരുത്തർ ചില ചെയ്യുന്നവരുണ്ടാവും, they will do what they want, but it also depends between the patient and the doctor and how that conversation goes. But recently there was news, fox eye ചെയ്തപ്പോഴത്തേക്കും there was some other complication and somebody died എന്നൊക്കെ നമ്മുടെ നാട്ടിലെ പുറത്ത്. അപ്പോൾ that's like ഇവിടെ they basically കണ്ണ് ചെറുതാക്കിയിട്ട് they want to make it like that. ഈ പാകം ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട്. Just with fillers we can do surgery അങ്ങനെ. സോ അങ്ങനെ ഫോട്ടോസ് ആയിട്ട് ഫിൽറ്റേഴ്സ് ആയിട്ടും വരുന്നവർ ഒരുപാടുണ്ട്. ഈ ഫോക്സ് ഐസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ലിപ്പ് കൂട്ടണം എൻലാർജ്, ഇതുപോലെ കേട്ട് some people have come ഇത് നാക്ക് രണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. That is also there. I have personal experience which I said no anyways. Okay. ഈ ഇപ്പോൾ മുറിച്ചുണ്ട് വന്നാലുണ്ടല്ലോ ഒരാൾക്ക് പ്ലാസ്റ്റിക് സർജറി വഴി അത് മാറ്റാൻ പറ്റുമോ? മുറിച്ചുണ്ട് ഇപ്പം മുറിച്ചുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ഡിസീസൊക്കെ പോലെ തന്നെ ഒരു എന്താ പറയുക പ്രോട്ടോകോൾ വൈസ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. there's an organization even called Smile Train. അപ്പോൾ they sponsor the treatment. പല ഹോസ്പിറ്റൽസിലും they have the tie-up that they completely sponsor the treatment for ഇത്. അപ്പം സോ കുട്ടിയുടെ തുടക്കം ജനിക്കുമ്പം തന്നെ you will notice. അപ്പോൾ തന്നെ പീഡിയാട്രീഷ്യൻ കൗൺസിൽ ചെയ്യും, അതുപോലെ we will see the kid ഫീഡിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ മുറിച്ചുണ്ടിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാനാണ്, ജസ്റ്റ് ഒരു ബ്രീഫ് പറയാനാണ്, ഫസ്റ്റ് 6 months അറൗണ്ട് ആകുമ്പോൾ, അതായത് ബേബി ഒരു 10 kg എങ്കിലും മിനിമം വെയിറ്റ് ഒക്കെ ആകുമ്പോൾ 6 monthsനുള്ളിൽ നമ്മൾ ചുണ്ടിന്റെ റിപ്പയർ ചെയ്യും. പിന്നെ ഒരു 9 months അടുത്താകുമ്പോഴത്തേക്കും വി ഡു ദ റിപ്പയർ, അണ്ണാക്കിന്റെ മുറി അണ്ണാക്കും വരാറുണ്ട് ചിലർക്ക്, അപ്പോൾ അതിന്റെ റിപ്പയർ ചെയ്യും. പിന്നെ ഒരു സ്കൂൾ ഗോയിങ് ഏജ് ഒക്കെ ആകുമ്പം കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കാനൊന്നും പാടില്ല, ആ ഒരു ഫീലിംഗ് ഒന്നും വരാതിരിക്കാനായിട്ട് മൂക്കിന്റെ ചെറിയ കറക്ഷൻ ചെയ്യും. കാരണം മൂക്ക് ഇങ്ങനെ പതിന് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ മൂക്കിന്റെ ചെറിയൊരു കറക്ഷൻ നമ്മൾ ബിഫോർ സ്കൂൾ ഏജ് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയത് പ്യൂബർട്ടി അടുത്താകുമ്പോഴത്തേക്കും പ്രോപ്പർ ക്ലെഫ്റ്റ് റൈനോപ്ലാസ്റ്റി, ദേ നീഡ് കറക്ഷൻ ഓഫ് ദെയർ നോസ് ഓൾസോ. ഇതിന്റെ ഇടയിൽ ചിലവർക്ക് ബോൺ ഗ്രാഫ്റ്റിംഗ് വേണ്ടി വരും. അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആർ ഓൾസോ ദെയർ. ഓക്കെ. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഡിമാൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി 2 വിധമുണ്ട്. ഒന്ന് റീകൺസ്ട്രക്ഷൻ, ഒന്ന് കോസ്മെറ്റിക്. ഈ മുറിച്ചുണ്ട്, ക്യാൻസർ, ഇതെല്ലാം റീകൺസ്ട്രക്ഷൻ ഭാഗം, ട്രോമ ഒക്കെ. കോസ്മെറ്റിക് വരുമ്പോഴത്തേക്കും ലൈപ്പോസക്ഷൻ, ബോഡി കണ്ടൂറിങ്, ഇംപ്ലാന്റ്സ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ കാണുന്ന ഏതാന്ന് വെച്ചാൽ ബോഡി കണ്ടൂറിങ് തന്നെയാണ്. എൻ്റെ പ്രാക്ടീസിൽ ബോഡി കണ്ടൂറിങ് ആണ് മെയിൻലി. ലൈപ്പോസക്ഷനും ബോഡി കണ്ടൂറിങ് ഇസ് ലൈക്ക് എ ബിഗ് തിങ്. യു ക്യാൻ ഹാവ് എവറിത്തിങ് ഇൻ ദാറ്റ്. വി ഡു ലൈപ്പോസക്ഷൻ ഫോർ ഹെഡ് ടു ടോ, എവിടെ വേണമെങ്കിലും വി വിൽ ഡു. പിന്നെ ടമി ടക്ക്, butt lift, breast implants, all these things come in that.